അതിതീവ്ര മഴയിൽ വിറങ്ങലിച്ച് വയനാട്. കബനിയടക്കം വയനാട്ടിലെ പുഴകളെല്ലാം പലയിടത്തും കരകവിഞ്ഞു. മരം കടപുഴകി വീണും വെള്ളക്കെട്ട് മൂലവും മുത്തങ്ങ ദേശീയപാതയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട്ടിൽ പുഴകൾ കടന്നുപോകുന്നിടത്തെല്ലാം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. മുത്തങ്ങ പൊൻകുഴിയിൽ ദേശീയപാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മാനന്തവാടി, വള്ളിയൂർക്കാവ്, തലപ്പുഴ, പേരിയ, പനമരം, നിരവിൽപ്പുഴ, നൂൽപ്പുഴ, കൽപ്പറ്റ, മണിയങ്കോട്, കല്ലൂർ തുടങ്ങി വിവിധയിടങ്ങളിലെല്ലാം വെള്ളം കയറി. കന്നാരംപുഴ മുതൽ പനമരം, കബനിപ്പുഴകൾ വരെ പലയിടത്തും കരകവിഞ്ഞു. ഫുള്ളായിട്ട് വെള്ളം തന്നെയാണ്. എല്ലാം വെള്ളം കയറിയിട്ട് ഭയങ്കര കഷ്ടമാണ്. ഞങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാമ്പിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. പ്രായമുള്ള അമ്മയുണ്ട്, പിള്ളേരുണ്ട്. ആകെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പിണങ്ങോട് പീസ് വില്ലേജ് റോഡും പടിഞ്ഞാറെത്തറ ചേരിയംകൊല്ലി കോളനി റോഡും വെള്ളം തള്ളിയെത്തിയതോടെ തകർന്നു. മെയിൻ റോഡിലേക്ക് കയറണമെങ്കിൽ തന്നെ ഈ വഴിയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ആശ്രയവും ഇല്ല. അപ്പം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 35ഓളം കുടുംബങ്ങളുണ്ട്, 149ഓളം അംഗങ്ങളുണ്ട് ഞങ്ങൾ ഈ കോളനിയിൽ തന്നെ. മുത്തങ്ങയിലും മേപ്പാടിയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പേരിയയിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് തോണി ഉപയോഗിച്ചാണ്. വള്ളിയൂർക്കാവിൽ ഉത്തരേന്ത്യൻ കുടുംബത്തെ വീട്ടിൽ നിന്ന് മാറ്റാൻ മണ്ണുമാന്തി യന്ത്രം വേണ്ടി വന്നു. കൂലം കുത്തിയൊഴുകുന്ന മേപ്പാടി, കള്ളാടി പുഴയോരത്ത് താമസിച്ചിരുന്ന ഗോത്ര കുടുംബത്തെ പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്നാണ് ബന്ധുവീട്ടിലേക്ക് മാറ്റിയത്. കബനിപ്പുഴ ഒഴുകിയെത്തുന്ന ബീച്ചനഹള്ളി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 26ആയി. പുഴയോരത്ത് താമസിക്കുന്നവരോടും മലയിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ഉള്ളവരോടും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാനാണ് നിർദ്ദേശം. വെള്ളപ്പൊക്കത്തിനൊപ്പം ഉരുൾപൊട്ടലും മലയിടിച്ചിലും വയനാടിന്റെ ആശങ്കയാണ്. അതിനാൽ തന്നെ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.